ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിലെ ഒരു രണ്ടാമത്തെ കപ്പലും മുംബൈ തീരം അണഞ്ഞു എന്നുള്ള ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ട്. എന്തായിരിക്കും മാറ്റം? ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലെ തന്നെ ഏറ്റവും ആദ്യം തുടങ്ങിയ മലയാളി ഹോട്ടലിന്റെ മുന്നിലാണ്. 1953 തുടങ്ങിയ ഡീലക്സ് ഹോട്ടൽ. ഇന്ന് ഈ ഹോട്ടലിന് പുറത്തുള്ള ബോർഡ് ഞാൻ വേഗം ഒന്ന് കാണിക്കാം. ഇന്ന് കട അടവ്, കാരണം ഇന്ധനമില്ല, LPG ഇല്ല എന്നതാണ്. കട നടത്തിപ്പുകാരൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്, ബഷീർക്കാണ്. ബഷീർക്ക, ഈ കട തുടങ്ങി ഇത്രയും വർഷമായി, എപ്പോഴെങ്കിലും ഇതുപോലെ അടച്ചിടേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ആകെ അടച്ചേക്കണം. ഇവിടെ മഹാരാഷ്ട്രയിൽ താക്കറെ ഭരിച്ചു 100 ദിവസമാണ് ഒഫീഷ്യലായിട്ട് അടച്ചേക്കണം. മറ്റു നമ്മളുടെ ആവശ്യങ്ങൾക്ക് അടക്കുന്നല്ലാണ്ട് മറ്റൊരു വിധത്തിൽ ഒരടവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ കോവിഡ് സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ മാത്രം. ഇത്രയും ദിവസം എങ്ങനെ തള്ളിക്കൊണ്ടുപോയി? ഒരു ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോയി. നമുക്ക് പരിചയമുള്ള ഫാമിലിയിൽ നിന്നൊക്കെ അവരെന്നൊക്കെ ഇന്നിപ്പോൾ രക്ഷയില്ലാത്തതിന് നിന്ന് അടച്ചേക്കണം. ഇതിപ്പോ മുംബൈയിലെ ഡീലക്സ് ഹോട്ടലിലെ മാത്രം അവസ്ഥയല്ല, സമീപത്തുള്ള എല്ലാ ഹോട്ടലുകളും ഏതാണ്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഏതായാലും ഒരു കപ്പൽ കൂടി ക്രൂഡ് ഓയിലുമായി മുംബൈ തീരത്തേക്ക് ഇന്നലെ എത്തിയിട്ടുണ്ട്. 1.35 മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് ആ കപ്പലിലുള്ളത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടിയാണ് ഇന്ധനം എത്തിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ അതിന് സമയമാകുമ്പോഴേക്കും അത് ഡിസ്ചാർജിങ് തുടങ്ങും. അത് ഇന്ത്യയിലേക്ക് ഉപയോഗത്തിന് വേണ്ടി കപ്പലിൽ നിന്ന് ഇറക്കും എന്ന വിവരം കൂടി വരുന്നുണ്ട്. പതിയെ ഈ പ്രതിസന്ധികൾ മാറി തുടങ്ങും. 2 LPGയുമായി വരുന്ന 2 കപ്പലുകൾ കൂടി എത്തുന്നുണ്ട്. അത് ഗുജറാത്ത് തീരത്തേക്കായിരിക്കും ഇന്നിപ്പോൾ എത്തുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഓയിൽ ടാങ്കർ കൂടി ഇന്ത്യയിലെത്തി എന്നുള്ള വാർത്തയാണ് ആശ്വാസകരമായി നമുക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.